ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. മതസ്വാതന്ത്ര്യ ധ്വംസനത്തിനെതിരെ ചേലക്കരയിൽ പ്രതിഷേധാഗ്നി. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമെന്ന ആക്ഷേപമുയർത്തി ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ മതം മാറ്റ നിരോധന നിയമം ചുമത്തി അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കേരളത്തിലുടനീളം വ്യാപക പ്രതിഷേധം. ഈ സാഹചര്യത്തിൽ വിഷയത്തിന്റെ ഗൌരവം വിളിച്ചോതി കേരള കോൺഗ്രസ് ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കരയിൽ ഇന്ന് പ്രതിഷേധ ജ്വാല തെളിയിച്ചു. മനുഷ്യാവകാശ ലംഘനമെന്ന് വിശേഷിക്കപ്പെട്ട ഈ നടപടിക്കെതിരെ ശക്തമായ താക്കീതാണ് പ്രതിഷേധക്കാർ നൽകിയത്. കേരള കോൺഗ്രസ് എം ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി ആനിത്തോട്ടം പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. മതേതരത്വ ജനാധിപത്യ രാജ്യമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ചില സ്റ്റേറ്റുകളിൽ BJP ഭരിക്കുന്ന സ്ഥലങ്ങളിൽ അന്യായമായി ന്യൂനപക്ഷങ്ങളെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നാളിതുവരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്യായമായി ആൾക്കാരെ ദ്രോഹിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ബഹുമാന്യായ സിസ്റ്റേഴ്സിനെയും അതേപോലെ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന മറ്റുള്ളവരെയും ഒക്കെ തുറങ്കിലടച്ചുകൊണ്ട് നിശബ്ദരാക്കുന്ന ഒരു സംവിധാനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ സംവിധാനമല്ല. നമുക്കറിയാം, മണിപ്പൂർ നോക്കിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മുടെ വന്ധ്യപുരോഹിതനായ സ്റ്റാൻ സ്വാമി പോലെയും വന്ധ്യപുരോഹിതനായ എത്രയോ പ്രായം കഴിഞ്ഞ മഹാപുരോഹിതനെ കൽത്തുറങ്കിൽ കിടന്ന അദ്ദേഹത്തിന് ജീവൻ പടിയേണ്ടി വന്ന് മറ്റംഗമല്ല, ഇന്ത്യ മഹാരാജ്യത്തിനാണ്. അതേപോലെ ന്യൂനപക്ഷങ്ങളെ നിരന്തരമായി ഉപദ്രവിച്ചു കൊണ്ടുവരുന്ന പിന്തുടർച്ചയുടെ അവകാശം കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് ചണ്ഡീഗഡിൽ കഴിഞ്ഞ ദിവസം ആതുര സേവന രംഗത്ത് സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി തൻ്റെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടുന്ന ജനവിഭാഗത്തെ കറുത്തുങ്കൽ അടച്ചിരിക്കുകയാണ് ഒരു വിഭാഗം സിസ്റ്റേഴ്സ്. കന്യാസ്ത്രീകൾക്കെതിരായ ഈ അറസ്റ്റ് ക്രൈസ്തവ സമൂഹത്തെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ജനാധിപത്യ രാജ്യത്ത് ഇത്തരം നീക്കങ്ങൾ ആശങ്കാജനകമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോളി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ന് നടക്കുന്ന ഈ പ്രതിഷേധജാല സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ മാധ്യമങ്ങളിലൂടെയും വാർത്താവിനിമയങ്ങളിലൂടെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മലയാളികളായ 2 കന്യാസ്ത്രീകളെ അതിക്രൂരമായി തടങ്കിൽ വെച്ചിരിക്കുന്ന കാര്യം നമുക്കെല്ലാം അറിയാം. ഒരു കാര്യവുമില്ലാതെ അവർ മനുഷ്യക്കടത്ത് എന്ന പേരിൽ കൊണ്ട് അവരെ ഛത്തീസ്ഗഡിലെ സർക്കാർ തടങ്കിൽ വെച്ചിരിക്കുകയാണ്. അതിനുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് എതിരെയുള്ള അക്രമങ്ങൾ ഈ BJP ഗവൺമെന്റ് വന്നതിന് ശേഷം അതിക്രൂരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. മുരളി വരവൂർ, റെജി മംഗലത്ത്, ജേക്കബ് വരവൂർ, ലിവിൻ വർഗീസ്, ജോൺ വർഗീസ്, ചന്ദ്രൻ, ശിവദാസൻ, ഷിൻസ് എന്നിവരും പ്രതിഷേധ ജ്വാലയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കന്യാസ്ത്രീകൾക്കെതിരായ നടപടി ഉടൻ പിൻവലിക്കണമെന്നും മതസ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. 2 കന്യാസ്ത്രീകളെ അന്യായമായി തടങ്കലിലടച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മളെല്ലാവരും ഭാരതത്തിലെ ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യം നിലനിൽക്കുന്ന ഭാരതത്തിലൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന വെച്ച് ഏതൊരു മനുഷ്യനും ഭാരതത്തിലുടനീളം സഞ്ചരിക്കുവാനും താമസിക്കുവാനും ജോലി ചെയ്യുവാനുമുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ പ്രായപൂർത്തിയായ 3 സ്ത്രീകളും 2 കന്യാസ്ത്രീകളും കൂടി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ TTR റെയിൽവേ ടിക്കറ്റ് പരിശോധിക്കാൻ വന്ന TTR അവരുടെ ടിക്കറ്റ് അവരുടെ കയ്യിലില്ല, അടുത്ത് നിൽക്കുന്ന കന്യാസ്ത്രീയുടെ കയ്യിലാണ് ഉള്ളത് എന്നതിൻ്റെ പേരിൽ മാത്രം അവർ ബജറംഗ് ദൾ പ്രവർത്തകരെ മാത്രം വിളിച്ചു വരുത്തിക്കൊണ്ട് അവരെ ആക്രമിക്കുകയും ആൾക്കൂട്ടത്തിൻ്റെ ബഹളം പീഡനവും മൂലം പോലീസ് ഇടപെടുകയും പോലീസ് അന്യായമായി തന്നെ ഈ സിസ്റ്റേഴ്സിനെ കസ്റ്റഡിയിലെടുക്കുകയും മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ചുകൊണ്ട് അവരെ തടങ്കലിലിറക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് CCV.